Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇത് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് നമ്മളുടെ ഹൃദയങ്ങൾ നമുക്ക് തുറന്നു വയ്ക്കാം. പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പമുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് നേടാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. വെരി ഗുഡ്. അപ്പോഴേ എന്തുകൊണ്ട് സഭ, കത്തോലിക്ക സഭ സെയിം സെക്സ് മാരേജ് അംഗീകരിക്കുന്നില്ല? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യം കത്തോലിക്ക സഭ എന്തുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല, ആ കാരണങ്ങളാണ് നമ്മൾ ഇതിലൂടെ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ക്ലാസ്സിനോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ പല ജീവിത മേഖലകളിൽ ജീവിക്കുന്ന ആളുകളാണ്. വിവാഹം കഴിഞ്ഞവരുണ്ട്, കോളേജിൽ പഠിക്കുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഇടപെടുന്നുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണോ? ആണോ? വിന്നി പെട്ടെന്ന് അത് ആണെന്ന് പറഞ്ഞാൽ എന്താ വിന്നി അത് പറയാനുള്ള കാരണം? ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ട്രെൻഡായിട്ട് ഒരു നിയമവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മറ്റു തരത്തിലൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആളുകൾ ഇതൊരു ട്രെൻഡായിട്ട് ഇത് ആക്കി, ഇത് വളരെ പ്രചാരത്തിലാണ്. പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? മഞ്ജു. ഈ സെയിം സെക്സ് മാരേജ് നമ്മൾ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് മക്കളുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുതിയ തലമുറകൾക്ക് നാശം സംഭവിക്കുകയാണ്. അപ്പം മഞ്ജു ഇതിൻ്റെ ഒരു വലിയ ഒരു ദോഷവശമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു തലമുറ തന്നെ നശിച്ചു പോകുവാൻ, ഇല്ലായ്മ ആകുവാൻ ഇത് വളരെയധികം പ്രചാരത്തിലായി കഴിഞ്ഞാൽ ഒരു തലമുറ തന്നെ നശിച്ചു പോയേക്കാം. ശരിയല്ലേ? ശരിയല്ലേ അത്? പക്ഷേ അവർ പലരും പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യും, ഞങ്ങൾ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യും, ഇല്ലേ? പലപ്പോഴും ഈ ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. പക്ഷേ അഡോപ്ഷനുടെ നിയമസാധുത ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം സെയിം സെക്സ് ആണെങ്കിൽ ആ കുട്ടിയുടെ ഭാവി എന്താകും എന്നുള്ളതിനെ പറ്റി ഇതുവരെ. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പലരും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ട്. ഓക്കെ, പക്ഷേ അത് ഈ അഡോപ്ഷൻ ആണെങ്കിൽ തന്നെയും അതിൻ്റെ ചില ദൂഷ്യവശങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടിയുടെ ഭാവി അത്ര സേഫ് ആയിരിക്കില്ല. കാരണം അപ്പൻ, അമ്മ, ആ ഒരു കുടുംബം എന്ന് പറയുന്നത് അവർ പറയും ഞങ്ങൾ നല്ല രീതിയിൽ നോക്കിക്കോളാം. നോക്കുന്നതിലല്ലല്ലോ കാര്യം. ആ കൊച്ചിന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കുറേ കഴിയുമ്പോൾ ഈ അഡോപ്റ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ എവിടെ നിന്ന് കിട്ടും? ഇപ്പം എല്ലാവരും ഈ നിയമം അനുസരിച്ച് അങ്ങ് പോവുകയാണല്ലേ, ഈ അഡോപ്റ്റ് ചെയ്യാനുള്ള കുഞ്ഞുങ്ങളെ എവിടെ നിന്ന് കിട്ടും? അപ്പോൾ പിന്നെ ടെസ്റ്റ് ട്യൂബ് ബേബീസിനെ നമുക്ക് മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും, ഇല്ലേ? ഇപ്പോൾ സയൻസിന് നല്ലൊരു പണിയാവും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ മാരക വശങ്ങൾ, ഇപ്പം നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ ഈ സെയിം സെക്സ് അട്രാക്ഷൻ ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരെ ഒന്നും കുറ്റപ്പെടുത്തുവാനോ അവരെ നമ്മൾ കണ്ടം ചെയ്യുവാനോ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിലല്ല. ഇത് സത്യം എന്താണ്, എന്തുകൊണ്ട് കത്തോലിക്ക സഭ ഇതിനെ ഒരു വിവാഹമായിട്ട് ഒഫീഷ്യലി അംഗീകരിക്കാൻ സാധിക്കത്തില്ല? അപ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഈ എപ്പിസോഡിലൂടെ
അതിൻ്റെ ഉദ്ദേശമുള്ളൂ. സത്യം നമ്മൾ പറയുക, സത്യം മനസ്സിലാകുമ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതാണ് ഈശോ ബൈബിളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി നമ്മുടെ ഈ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും ഹോമോസെക്ഷൽ അട്രാക്ഷനെക്കുറിച്ചും നമ്മളൊരു എപ്പിസോഡ് നടത്തിയപ്പോൾ ഞാനൊരു 2 ചോദ്യം പ്രധാനമായിട്ട് ചോദിച്ചു. ആ ചോദ്യം ഞാൻ എൻ്റെ ക്ലാസ്സിനോട് ഇപ്പം വീണ്ടും ചോദിക്കുകയാണ്. 1, ജനിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ഹോമോസെക്ഷൽ അട്രാക്ഷനോടുകൂടിയാണോ ജനിക്കുന്നത്? അല്ല. വെരി ഗുഡ്, നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. അപ്പം ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ഈ ഹോമോസെക്ഷൽ അട്രാക്ഷനുമായിട്ടല്ല ജനിക്കുന്നത്. അതിനൊരു ജീൻസ് ഇതുവരെ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് റിസർച്ച് നടത്താം. ധാരാളം റിസർച്ചുകളും സ്റ്റഡീസും ഇതിൻ്റെ പിന്നിൽ നടത്തി ജനറ്റിക് ആണോ അല്ലയോ എന്നറിയുവാൻ ആരും ഒരു തിയറിയും ഇതുവരെ കൺക്ലൂസീവായിട്ട് ഈ അട്രാക്ഷൻ അവർ ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സ്വയമേ അങ്ങ് ചിന്തിക്കാറുണ്ടോ, ഓക്കെ എനിക്കൊരു ഹോമോസെക്ഷൽ പേഴ്സണായിട്ട് അങ്ങ് മാറണം എന്നും പറഞ്ഞ് അവർ സ്വയമേ ചൂസ് ചെയ്യുന്നതാണോ ഇത്? അല്ല, അങ്ങനെ ആരും ചെയ്യുകയില്ല. അപ്പം ദ റിയാലിറ്റി സത്യം, ഈ അട്രാക്ഷൻ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അട്രാക്ഷനിൽ ദുഃഖിക്കുന്ന അല്ലെ വേദനിക്കുന്ന ഈ ഒരു അട്രാക്ഷന് സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷനാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. നമുക്കിപ്പം സെയിം സെക്സിലുള്ള ഒരാളോട് ഒരു ചെറിയ അട്രാക്ഷൻ തോന്നി, അതല്ല ഹോമോസെക്ഷൽ അട്രാക്ഷൻ. ഈ ആളിന് വേറെ ഓപ്പോസിറ്റ് സെക്സിനോട് യാതൊരു താല്പര്യവും ഇല്ല. അപ്പം നമ്മൾ നാച്ചുറലി ദൈവം നമ്മുടെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന എന്താണ്? ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷനാണ്. അതായത് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ അട്രാക്ഷനാണ് നാച്ചുറലി നമ്മളിലുള്ളത്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ അട്രാക്ഷന് പകരമായിട്ട് സെയിം സെക്സിലുള്ള ഒരു പക്ഷേ 2 പുരുഷന്മാരാകാം, 2 സ്ത്രീകളാകാം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആളുകൾ കടന്നു പോകുന്നു. അതുമായിട്ട് ജനിച്ചതല്ല, അതൊരു പക്ഷേങ്കിൽ അവർ സ്വയമേ ചൂസ് ചെയ്തതല്ല. ഇതുവരെയും സൈക്കോളജിസ്റ്റോ കത്തോലിക്ക സഭയോ അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് ആർക്കും കൺക്ലൂസീവായിട്ട് പറയുവാൻ സാധിച്ചിട്ടില്ല. കാരണം സൈക്കോളജിസ്റ്റ് പല തിയറിയും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യത്തിലുണ്ടായ കാര്യങ്ങൾ, അവരുടെ സൈക്കോളജിക്കലായിട്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ തിയറികളൊക്കെ വളരെയധികം നമ്മുടെ പ്രചാരത്തിലുണ്ട്. പക്ഷേ ഒന്നും ഒരു കൺക്ലൂസീവ് തിയറി അല്ല. ഒരിക്കലും പറയുന്നില്ല ഇന്ന കാരണത്താൽ ഈ ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നുവെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. അപ്പോൾ ഈ അട്രാക്ഷനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമുള്ള വ്യക്തികൾ ദേ നീഡ് ഹെൽപ്പ്. അവരെ നമ്മൾ സഹായിക്കുവാനാണ് സന്നദ്ധരാകേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ഇതിൻ്റെ സത്യം, ഇങ്ങനെ ഒരാൾക്ക് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സത്യം. അപ്പോൾ ഈ സത്യം ഇവർ മനസ്സിലാക്കി അവർക്ക് അതിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ എങ്ങനെ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് കാലത്തും സഭ അംഗീകരിക്കുവാൻ പോകുന്നില്ല. കാരണം അത് നമ്മളിപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാകുമ്പോൾ നമുക്ക് അത് അറിയുവാൻ പറ്റും. സഭയുടെ ഫൗണ്ടേഷൻ തന്നെ അവിടെ തകർന്നു പോകും. കാരണം നമ്മൾ ഈ തിയോളജി ബോഡിയിൽ പഠിച്ചത് മുഴുവനും എന്താണ്? ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആദിയിൽ ഈശോയുടെ കാലത്തും ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പരീശന്മാർ വന്ന് ഈശോയോട് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. ശരിക്കും തിയോളജി ബോഡിയുടെ ജോൺ പോൾ II മാർപ്പാപ്പ തുടക്കം കുറിക്കുന്നത് ഈ ഒരു കോൺവെർസേഷനിലൂടെയാണ്. അവിടെ വിവാഹത്തെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, മറ്റു പല സെക്ഷുവാലിറ്റിയെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞു, എന്ത് തന്നെ ആയാലും ഇപ്പം നിങ്ങളുടെ ഹൃദയകാഠിന്യം, നിങ്ങളുടെ പാപത്തിൻ്റെ ഫലവുമായിട്ടൊക്കെ നിങ്ങൾ ഇതിനെ സത്യത്തെ വളച്ച് തിരിച്ചു. പക്ഷേ ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ആദിയിൽ ദൈവം ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഈശോ തന്നെ റീഎസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ട്രൂത്ത് അബൌട്ട് അവർ ലൈഫ്. നിങ്ങൾക്ക് സ്ലൈഡ് നോക്കാം. അവിടെ സ്ത്രീയും പുരുഷനും സ്ഥിരമായ വിശ്വസ്തമായ ദൈവഹിതപ്രകാരമുള്ള ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക്, ഒരു കവനൻ്റ് റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുന്നതാണ് ഭാര്യയും ഭർത്താവുമായിട്ട്. അതാണ് നമ്മൾ കത്തോലിക്ക സഭയിൽ വിവാഹം എന്ന് പറയുന്നത്. വ്യക്തമായി. അടുത്തത്, കത്തോലിക്ക
വിശ്വാസികൾ വിശ്വസിക്കുന്നത് ഇതാണ്: ക്രിസ്തുവിനെയും തൻ്റെ മണവാട്ടിയെയും തിരുസഭയെ അനുകരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു പവിത്രമായ ഉടമ്പടിയാണ് വിവാഹമെന്ന കൂദാശ. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ സ്വതന്ത്രമായി, വിശ്വസ്തമായി, സമ്പൂർണമായി, ഫലദായകമായി സ്നേഹിച്ചു കൊള്ളാം എന്ന് ക്രിസ്തുവിനെ മുൻനിർത്തിയെടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. ഒരു കോൺട്രാക്റ്റ് അല്ല, ഒരു ഉടമ്പടി, ഒരു കവനൻ്റ് റിലേഷൻഷിപ്പാണ്. അതാണ് വിവാഹം എന്ന് കത്തോലിക്കാ സഭ പറയുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് വിവാഹം സ്ഥാപിച്ചത്? ക്രിസ്തു. AD 2000 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം ഇല്ലായിരുന്നോ? ദൈവം. ക്രിസ്തു വരുന്നതിന് മുമ്പ് വിവാഹം ഇല്ലായിരുന്നോ? അപ്പൊ ആരാ വിവാഹം? ശരിക്കും മനുഷ്യ ചരിത്രം ആരംഭിച്ചത് തന്നെ ഒരു വിവാഹത്തോടു കൂടിയാ, അല്ലേ? കത്തോലിക്കാ സഭയല്ല വിവാഹം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്കാരമല്ല വിവാഹം കൊണ്ടുവന്നത്. നമ്മൾ ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉൽപ്പത്തിയിൽ തന്നെ, ആരംഭത്തിൽ തന്നെ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് അവരെ ബ്ലെസ് ചെയ്ത് ഈ ലോകത്തിൻ്റെ താക്കോൽ അങ്ങോട്ട് അവരുടെ കയ്യിലോട്ട് കൊടുത്തു. എല്ലാ പ്രോപ്പർട്ടി നിങ്ങളുടെയാണ്, ഇനിയും പോയി ഇത് മുഴുവനും കീഴടക്കുക, നിങ്ങളെ സന്താനപുഷ്ടി ഉള്ളവരായി ഈ ലോകത്തെ കീഴടക്കുക. ഈ ബ്ലെസ്സിങ്ങും കൊടുത്ത് ആദ്യത്തെ വിവാഹം അങ്ങനെ നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ ആരംഭിച്ചത് ദൈവമാണ്. അതുകൊണ്ട് കത്തോലിക്കാ സഭ പറയുന്നത് ഇതാണ്: ഇത് ദൈവം തന്നെ സ്ഥാപിച്ചതുകൊണ്ട് ഈ വിവാഹത്തിന് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ ഉടമ്പടി ബന്ധം അത് ദൈവം തന്നെ സ്ഥാപിച്ചതുകൊണ്ട് കത്തോലിക്കാ സഭയ്ക്കോ മറ്റൊരു സ്ഥാപനത്തിനോ ഇതിനെ മാറ്റിമറിക്കുവാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം, പത്രപ്രവർത്തകരെ ഇപ്പോഴത്തെ നമ്മുടെ പോപ്പ് ഫ്രാൻസിസിനോട് അവരൊരു ചോദ്യം ചോദിച്ചു. മാർപ്പാപ്പ ഈ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും സെയിം സെക്സ് മാരേജിനെ കുറിച്ചും ഒക്കെ വളരെ സഹിഷ്ണുതാപൂർവം, വളരെ സ്നേഹത്തോടെ, കമ്പാഷനേറ്റായിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഈ സിനഡ് കഴിയുമ്പോഴത്തേക്കിന് ഈ വിവാഹം ഒക്കെ മാർപ്പാപ്പ അംഗീകരിക്കുമായിരിക്കുമല്ലോ. അതിനെന്താ മാർപ്പാപ്പ മറുപടി പറഞ്ഞെന്നറിയാവോ? ഇതേ മറുപടി തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്: ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല, ദൈവമാണ് വിവാഹം സ്ഥാപിച്ചത്, ആ വിവാഹത്തെ മാറ്റിമറിക്കുവാൻ ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല, അതിന് എനിക്കോ കത്തോലിക്കാ സഭയ്ക്കോ അധികാരമില്ല. വളരെ ക്ലിയറായിട്ട് മാർപ്പാപ്പ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇതാണ് കത്തോലിക്കാ സഭയുടെ ശരിയായിട്ടുള്ള നിലപാട്. വീണ്ടും നമ്മുടെ സ്ലൈഡിലേക്ക് നമുക്ക് നോക്കാം. ആണിനെയും പെണ്ണിനെയും ദൈവീക ഛായയിൽ മെനഞ്ഞ അതേ സ്നേഹകരങ്ങളിൽ നിന്നാണ് വിവാഹവും സ്ഥാപിതമായത്. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷൻ സ്ത്രീയെ തൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായി തിരിച്ചറിയുന്നു. ദൈവം പുരുഷനെയും സ്ത്രീയെയും സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞത്. അപ്പോൾ ഇത് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പല ഭാഗങ്ങൾ നമ്മളവിടെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ടാണ് അതൊന്നും കൂടെ അത് ആവർത്തിച്ചത്. അപ്പോൾ ഇതൊരു കൂദാശയാണ്. വിവാഹമെന്ന് പറയുന്നത് ഒരു കൂദാശയാണ് കത്തോലിക്കാ സഭയിൽ. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ കൂദാശ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താ കൂദാശ എന്ന് പറയുന്നത്? അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്ന ബാഹ്യമായ അടയാളമാണ് കൂദാശ. വെരി ഗുഡ്. അപ്പോൾ അതുകൊണ്ടാണ് വിവാഹം എന്ന കൂദാശ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്ന? എന്താണ്? ഭാര്യയും ഭർത്താവും, അവർ സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെ അവരെ ഒന്നായി തീരുമ്പോൾ അത് ത്രിത്വൈക ദൈവത്തിൽ നടക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് ഇവിടെ. ഏതെങ്കിലും ഒരു കൂദാശയായി മാറണമെങ്കിൽ 2 എലിമെൻ്റ് അതിൽ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ തിയോളജിക്കലി പറയുന്നത് മാറ്റർ ആൻഡ് ഫോം. അതില്ലാതെ ഒരു കൂദാശയായി മാറുകയല്ല. അപ്പം മാറ്റർ എന്ന് പറയുന്നത് ആ ദൃശ്യമായ അടയാളം, ആ വസ്തുവാണ്, ദ മാറ്റർ.
നമുക്ക് കാണാൻ പറ്റുന്നതായ വസ്തു. ഫോം എന്ന് പറയുന്നത് നമ്മൾ ഒരു പക്ഷേ വാക്കുകളായിരിക്കാം, ഇല്ലേ ഈ അദൃശ്യതയെ ദൃശ്യമാക്കുന്ന, അതിന് സഹായിക്കുന്ന ഒരു പക്ഷേ എങ്കിൽ ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ മാമുദീസയുടെ മാറ്റർ എന്താണ്? വെള്ളമാണ് മാറ്റർ അതിൻ്റെ. കാരണം അത് ദൃശ്യമായൊരു അടയാളമാണ്. ഈ വെള്ളം പലതിനെയും സിംബിളൈസ് ചെയ്യുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ന്യൂ ലൈഫ്, അങ്ങനെയുള്ള പലതിനെയും സിംബിളൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഫോമുണ്ട്. അതാണ് വൈദികൻ അല്ലെങ്കിൽ കാർമ്മികൻ പറയുന്നതായ ആ വചനം. എന്താണ് പറയുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാനും ചെയ്യുന്നു, മാമോദീസ മുക്കുന്നു. അപ്പോൾ ഒരു ദിവസം വൈദികൻ ചിന്തിക്കുകയാണ്, ഞാൻ പിതാവെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിതാവെന്ന് പറയുന്നുണ്ട്. ഞാൻ പിതാവിൻ്റെ നാമത്തിൽ നിന്നെ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മാമോദീസായ്ക്ക് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുകയില്ല. കാരണം കറക്റ്റ് ഫോം എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിൽ വ്യത്യാസമാവും, അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുകയില്ല. അത് കാരണം ഇതൊരു സിംബോളിക് അടയാളമാണ്. അതായത് കറക്റ്റ് രീതിയിൽ സഭ ബൈബിൾ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ പിതാക്കന്മാരുടെ പഠനത്തിലും പാരമ്പര്യത്തിലും ഒക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇത് നമുക്ക് സ്ഥാപിച്ചു തന്നിരിക്കുന്നത്. കാരണം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ വിവാഹത്തിൻ്റെ കാര്യത്തിലെടുത്തോ. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ എന്താണ് മാറ്റർ? എന്താണ് അവിടെ? മാറ്ററും വേണം, ഫോമും വേണം. എന്താ മാറ്റർ? എന്താണ്? താലി, മന്ത്രകോടി, മോതിരം. വിവാഹം, ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുമ്പോൾ എന്താണ് അതിൻ്റെ മാറ്റർ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. മാറ്റർ, ദൃശ്യമായ അടയാളം എന്താ അവിടെ ഉള്ളത്? പുരുഷനും സ്ത്രീയും, പുരുഷ ശരീരവും സ്ത്രീ ശരീരവും അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു ബോഡി, ശരീരത്തിലൂടെയാണ് എല്ലാം വെളിവാക്കപ്പെടുന്നത്, ദ ഡിവൈൻ ആൻഡ് ദ സ്പിരിച്വൽ. അപ്പോൾ അവിടെ ഒരു മെയിൽ ബോഡി, ഒരു ഫീമെയിൽ ബോഡി കമ്പൽസറി ആയിട്ടുണ്ടായിരിക്കണം മാറ്റർ. എന്താണ് അതിൻ്റെ ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നത്? കൂദാശ, വിവാഹത്തിൻ്റെ അല്പം കാറ്റഗിസമാണ് കേട്ടോ. പറഞ്ഞോ. വിവാഹ വാഗ്ദാനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? 4 വിവാഹ വാഗ്ദാനങ്ങൾ ഏത് റീത്തിലുള്ള ആളുകളാണെങ്കിലും കത്തോലിക്ക സഭയിൽ എടുക്കുന്നുണ്ട്. എന്താണ് ആ വിവാഹ വാഗ്ദാനം? സ്വതന്ത്രമായി, സമ്പൂർണമായി, വിശ്വസ്തമായി, ഫലദായകമായി. വെരി ഗുഡ്. അപ്പോൾ ഈ 4 വൗസുമാണ് ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇതിൽ ഏതിലേലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മാമോദീസയുടെ കാര്യം പറഞ്ഞതുപോലെ ആ വിവാഹം അതൊരു സാക്രമെൻ്റൽ മാരേജ് ആയിട്ട് മാറുകയില്ല. ഇതാണ് അതിൻ്റെ തിയോളജി, അതിൻ്റെ പിന്നിലുള്ള തിയോളജി. അപ്പം നമ്മൾ ഒരേ ലിംഗത്തിലുള്ള, ഒരേ സെക്സിലുള്ള 2 വ്യക്തികളെ സഭയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചു. ഒരു പക്ഷേ നമ്മൾ അവരോട് വലിയ സ്നേഹമുണ്ട്, നമുക്ക് കഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വിവാഹം സാക്രമെൻ്റൽ മാരേജ് ആയിട്ട് വാലിഡിറ്റി അതിനുണ്ടാവുമോ? കാരണം മാറ്റർ ഇല്ല അവിടെ, മാറ്റർ തെറ്റാ. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് മാമോദീസ മുക്കുന്നതിന് പകരം ഒരാൾ പറയുകയാണ്, ഞാൻ നല്ല നാട്ടിലെ പനം കള്ളുണ്ട്, എനിക്ക് നല്ല രസമാണ്, ഈ പ്രാവശ്യം അച്ചോ ഞാൻ പനങ്കള്ള് ഉപയോഗിച്ച് എൻ്റെ കൊച്ചിനെ മാമോദീസ മുക്കാവോ? എന്താ വ്യത്യാസം? വെള്ളത്തിൻ്റെ കൂടെ വേറൊരു രസം ഉണ്ടെന്നല്ലേ ഉള്ളൂ, ഇല്ലേ? അപ്പം ആ മാമോദീസ മുക്കാൻ പറ്റുകയല്ല, മുക്കിക്കഴിഞ്ഞാൽ അത് വാലിഡും അല്ല. എന്ന് പറഞ്ഞതുപോലെ ഒരേ ലിംഗത്തിലുള്ള, ഒരേ സെക്സിലുള്ള 2 വ്യക്തികൾ ഒരുമിച്ച് വരുമ്പോൾ അത് അവിടെ തന്നെ ഇനീഷ്യലി തന്നെ അത് സാക്രമെൻറ്റാലിറ്റി അതിന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സാമ്പിൾ. ഇത് വളരെ ക്ലിയറായിട്ട് മനസ്സിലായോ? അപ്പോൾ അവിടെ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, സഭയ്ക്ക് ഇതിനെ അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് സഭ ക്രേസി ആയതുകൊണ്ടോ സഭ ഇവരോട് എങ്ങനെയെങ്കിലും പ്രതികാരം വീട്ടാനോ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയോട് അല്ല സഭയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തത് സഭ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയേ പറ്റുള്ളൂ. അതാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ച് ഇനിയും ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളും ഇത് ലീഗലൈസ് ചെയ്തെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞതുകൊണ്ട് സഭയ്ക്കത് മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. സഭ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു. സഭ സത്യം മാത്രമേ, ഈ സാക്രമെൻറ്റാലിറ്റി ഇല്ലെങ്കിൽ അതിനെ ഒരു വാലിഡ് സാക്രമെൻ്റായിട്ട് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റുകയുമില്ല. ഇത്രയും വളരെ ക്ലിയർ ആയല്ലോ. ഓക്കെ.
അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇനി അടുത്ത ഒരു എലിമെൻറ്റിനോട് ഞാൻ നിങ്ങളോട് എടുക്കുകയാണ്. അടുത്തത് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചോദിച്ചു, വിവാഹം കഴിഞ്ഞു, സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞു സാക്രമെൻ്റൽ മാര്യേജിൽ എപ്പോഴാണ് ഈ വിവാഹം സാക്രമെൻ്റലി സീൽ ചെയ്യപ്പെടുന്നത്? അപ്പം നമ്മൾ പലരും പല ഉത്തരം പറഞ്ഞു. അവർ ദാമ്പത്യ ധർമ്മം നിറവേറ്റുമ്പോൾ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. അപ്പോൾ അത് വളരെ കൃത്യമാണ്. അപ്പം വിവാഹ വാഗ്ദാനമോ മന്ത്രകോടിയോ ഈ മിന്നു കെട്ടലോ ഇതൊന്നും അതിൻ്റെ സാക്രമെൻറ്റാലിറ്റിയെ സീൽ ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതൊന്നും വേണ്ടാന്നോ ഇൻവാലിഡ് ആണെന്നോ അല്ല അതിൻ്റെ അർത്ഥം. ഇത് സീൽ ചെയ്യപ്പെടുന്നത് പരസ്പര പൂരകങ്ങളായ ഈ സ്ത്രീയും പുരുഷനും അവർ ഒരു ശരീരമായി ഒന്നായി തീരുമ്പോൾ, എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ദാമ്പത്യധർമ്മം സെക്ഷൽ യൂണിയൻ ചെയ്യുമ്പോഴാണ് ആ വിവാഹം സീൽ ചെയ്യപ്പെടുന്നത്, അതിൻ്റെ സാക്രമെൻറ്റാലിറ്റി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇനിയും നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം. ഒരേ സെക്സിലുള്ള രണ്ട് പേര് തമ്മിൽ ഒരു സപ്പോസ് സാക്രമെൻ്റൽ മാരേജ് അല്ലെങ്കിലും വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, ഈ വിവാഹം സീൽ ചെയ്യപ്പെടാൻ പറ്റുമോ? അവർക്ക് യൂണിയൻ, ഒരേ ലിംഗത്തിലുള്ള രണ്ട് വ്യക്തികൾ യൂണിയൻ അവിടെ സാധ്യമാണോ? അല്ല, യൂണിയൻ സാധ്യമല്ല അവിടെ. നമുക്ക് സ്ലൈഡിലേക്ക് നോക്കാം. യൂണിയൻ സാധ്യമല്ല അവിടെ. കാരണം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക ആ ഒരു നമ്മുടെ സ്ട്രക്ചർ തന്നെ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചപ്പോൾ പരസ്പര പൂരകങ്ങളായി കോംപ്ലിമെൻ്ററി ആയി നമ്മുടെ ശരീരം തന്നെ യൂണിയനുള്ള കപ്പാസിറ്റിയോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ അതൊരു വെറും ഒരു ആക്സിഡൻ്റൽ സംഭവമല്ല. അപ്പം സ്ത്രീ ശരീരവും പുരുഷ ശരീരവും പരസ്പരം ഒന്നായി തീരുവാൻ തക്കവണ്ണമാണ് ഇവൻ ദ ബയോളജി, ദ ഫിസിയോളജി, എല്ലാം അവിടെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് യൂണിയൻ ഇത്രയും മനോഹരമായിരിക്കുന്നത്. വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ക്രോമസോം ലെവലിലുള്ള ഒരു യൂണിയനാണ്. അപ്പോൾ യൂണിയനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു സ്പിരിച്വൽ യൂണിയൻ്റെ ഒരു അടയാളമാണ്. അത് വെറും ഒരു ഫിസിക്കൽ അല്പനേരത്തേക്ക് ഇവരെ സുഖം അനുഭവിക്കുവാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈഡ് ആകുന്നതിനേക്കാൾ ഉപരി അവരെ ദ ട്രിനിറ്റേറിയൻ ദൈവത്തെ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അവിടെ നടക്കുന്ന സ്നേഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവർ പരസ്പരം സ്വയം ദാനമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ സ്നേഹം പങ്കുവെക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇതൊരു ക്രോമസോൺ ലെവലിലുള്ള യൂണിയനാണ് നടക്കുന്നത്. അത് ഞാനൊരു ചെറിയ ബയോളജി കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ദ ബിഗ്ഗസ്റ്റ് സെൽ ഓഫ് ഹ്യൂമൻ ബീയിങ് എന്താണ്? മനുഷ്യ ശരീരത്തിലെ, പ്രത്യേകിച്ച് സ്ത്രീയുടെ ശരീരത്തിലെ ബിഗ്ഗസ്റ്റ് സെൽ ഏതാ? സ്കിന്നാണോ? സെല്ല്, ഏറ്റവും വലിയ സെല്ല്. സയൻസുകാർ നിങ്ങൾക്ക് ഉത്തരം ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും പലർക്കും. അവിടെ എന്താ? ഓവം. ഓക്കെ. ഇനി ഒരു പുരുഷ ശരീരത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഏതാ? സ്പേം. അപ്പോൾ ദ സ്മോളസ്റ്റ് സെൽ ആൻഡ് ദ ബിഗ്ഗസ്റ്റ് സെൽ. ഇനി അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഒരു സെല്ലിൽ എത്ര ക്രോമസോംസ് ഉണ്ടായിരിക്കണം? പറയാം. ജോസഫ്. 46 ആണോ? 46. അതെങ്ങനെയാ? പെയർ ഓഫ് 23. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്രോമസോം ലെവല്. ഈ സ്ത്രീയുടെ ഓവത്തിലുള്ള 23 ക്രോമസോംസ്, ഒരു സെല്ലിൽ 23 ക്രോമസോംസേ ഉള്ളൂ. മറ്റേ സെല്ലിലും, ഏത് സെല്ലിലെ? സ്പേമിലും 23 ക്രോമസോമേ ഉള്ളൂ. അപ്പോൾ ഈ യൂണിയൻ ആരാ ഡിസൈൻ ചെയ്തത്? സയൻസ് ആണോ? ബയോളജി ആണോ? ഏതെങ്കിലും സമുദായമാണോ? സംസ്കാരമാണോ? അല്ല, ദ ഡിവൈൻ ആർക്കിടെക്ട്. ഈ 23 ക്രോമസോംസ് ഫ്രം ദ വുമൺ, ഈ 23 ക്രോമസോം പുരുഷനിൽ നിന്ന്, ഇത് രണ്ടും കൂടെ ആ ഡീപ്പ് ലെവലിലുള്ള യൂണിയനിൽ ഒന്ന് ചേർന്ന് ഒരു പുതു സൃഷ്ടി, ഒരു പുതുജീവൻ, ഒരു പുതു സെൽ, ഒരു എംബ്രിയോ ഉണ്ടാകുവാനുള്ള പദ്ധതി ഡിസൈൻ ചെയ്തത് ഡിവൈൻ ആർക്കിടെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പുരുഷ ശരീരവും സ്ത്രീ ശരീരവും ബയോളജിക്കലി അതിനുള്ള എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സിലായോ ക്ലിയറായിട്ട്? വെരി ഗുഡ്. അപ്പോൾ ഈ സെയിം സെക്സിലുള്ള ആളുകൾ അവർ ഒരുമിച്ച് ജീവിക്കുകയാണെന്ന് വിചാരിച്ചു.
അവർ പറയാം ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, ഞങ്ങൾക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അഗെയിൻ ഇത് വളരെ ഡീപ്പ് ചോദ്യങ്ങളാണ്. ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേങ്കിൽ ഈ ലസ്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷനെയാണ്, ഗ്രാറ്റിഫിക്കേഷനെയാണ് ഒരു പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത്. താൽക്കാലികമായിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ അവരുടെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി ചെയ്ത് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്നിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു യൂണിയനോ ഒരു സാറ്റിസ്ഫാക്ഷനോ ഒരു ഹാപ്പിനെസ്സോ അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സഭ അതിനെ വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കാരണം വി ആർ ക്രിയേറ്റഡ് കോംപ്ലിമെൻ്ററി, നമ്മൾ പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഈ ശരീരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ കാര്യത്തിൽ ഒരിക്കലും സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ടു വിവാഹ വാഗ്ദാനങ്ങൾ നമ്മൾ എടുക്കുന്നു, ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. ഇവരുടെ യൂണിയൻ അല്ലെങ്കിൽ ഇവർ പറയുന്നതായ ഈ ഒന്ന് ചേരലിൽ ഇതേതെങ്കിലും പ്രാവർത്തികമാവുന്നുണ്ടോ? ഇല്ല. ഒരു പക്ഷേ അവർ ഫ്രീ എന്ന് പറയും, ഞങ്ങൾ രണ്ടുപേരും സ്വതന്ത്രമായിട്ടാണ് തീരുമാനമെടുത്തത്. ബാക്കി എന്തെങ്കിലും അതിനകത്തിൽ ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടോ? ടോട്ടൽ ഉണ്ടോ? ഒന്നുമില്ല. അവർ ഫെയ്ത്ത്ഫുൾ ആണോ? ദേ ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. കാരണം ദൈവം കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി പറയുകയല്ല, വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത്. അതായത് നമുക്കൊരു അട്രാക്ഷൻ, സെയിം സെക്സ് അട്രാക്ഷൻ, സെയിം സെക്സിലുള്ളവരോട് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് റിയലാണ്. അത് നിങ്ങൾ ആക്ട് ചെയ്യുന്നതല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ആ അട്രാക്ഷൻ തോന്നുന്നു, അതുകൊണ്ട് ആ അട്രാക്ഷൻ തോന്നുന്നത് പോലെ എനിക്കങ്ങ് ജീവിക്കാൻ പറ്റും. സഭ അതിനെയാണ് കണ്ടം ചെയ്യുന്നത്. പലപ്പോഴും കത്തോലിക്ക സഭയെക്കുറിച്ച് തെറ്റായ ഒരു ധാരണ മനുഷ്യരുടെ മനസ്സിലുണ്ട്. ഈ സെയിം സെക്സ് മാരേജിനെ കുറിച്ച് അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് സഭ ഭയങ്കരമായിട്ട് മോശമായിട്ട്, അല്ലെങ്കിൽ സഭ ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കുന്നില്ല, കാരണം അവർ നമുക്കെതിരാണ്. എതിരായിട്ടല്ല. കാരണം വിവാഹം കഴിച്ചവരോടും സഭ പറയുന്നത് എന്താ? രണ്ട് പേര്, സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചു, സാക്രമെൻ്റൽ മാരേജ്. സഭ അവരോട് പറയൂ, അപ്പോൾ ഈ പുരുഷൻ പുറത്തേക്ക് പോകുമ്പോൾ സുന്ദരിയായൊരു സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീയെ കാണുമ്പോൾ ഇയാൾ വിവാഹിതനാണെങ്കിലും പെട്ടെന്ന് മനസ്സിലൂടെ പല ചിന്തകളും കടന്നു വരിക. സ്വാഭാവികമായിട്ട് പല ചിന്തകളും കടന്നു വരുന്നു. എന്നിട്ട് ചിന്തകൾ കാട് കയറി ഈ മോശമായിട്ട് ഇവളെ മനസ്സിൽ ഓർത്ത് പലതും ചിന്തിച്ചാൽ അതുപോലൊക്കെ പ്രായോഗികമാക്കാൻ പറ്റുമോ? പറ്റും ആയിരിക്കും, പക്ഷെ ഒരിക്കലേ പറ്റുള്ളൂ, അല്ലേ? അതോടുകൂടി കഥ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള വിചാരങ്ങൾ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് ഇതിനുള്ള സൊല്യൂഷൻസ് അവ പറയുന്നത്, അതും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എപ്പിസോഡിലേക്ക്, അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ നമുക്ക് സ്ലൈഡ് നോക്കാം. അവിടെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2358. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സഭയുടെ ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2357 2358 വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും ഇത് ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്, ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സഭയെ പഴിക്കുകയും അവർ സഭയെക്കുറിച്ച് മോശമായിട്ട് ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവരെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവരിലുള്ള രൂഢമൂലമായിട്ടുള്ള സ്വവർഗ പ്രവണത നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് സഭ തന്നെ പറയുന്നുണ്ട്. അത് വെറും ഒരു തമാശയല്ല, അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രശ്നമാണത്. അത് നമുക്കും അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രവണത വളരെ സഹാനുഭൂതിയോടും പരിഗണനയോടും കൂടി അവരെ സ്വീകരിക്കുവാൻ നമ്മളെ സഹായിക്കണം. അല്ലാതെ ഇവരെ നമ്മൾ മാറ്റി നിർത്തി കണ്ടം ചെയ്ത് സമൂഹത്തിൽ നിന്നും വേറൊരു ഗ്രൂപ്പായിട്ട് അവരെ മാറ്റി നിർത്തുകയല്ല, അവരെ നമ്മൾ സഹായിക്കണം. ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്കാണ് ഒരു പ്രശ്നം വന്നു, അവരെ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കുവാൻ തക്കതായ പരിഗണന, സ്നേഹം, അതിന് പറ്റിയതായ മറ്റു മാർഗങ്ങളിലൂടെ അവരെ നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് സഭ പറയുന്നത്. അവർക്കെതിരെ അന്യായമായ വിവേചനത്തിൻ്റെ സൂചനകളൊന്നും ഉണ്ടാകരുത്. ഈ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ദൈവം ഒരു വ്യക്തിയെ അതുപോലെ സൃഷ്ടിച്ചതല്ല,
ഒരുപക്ഷെ പലരും നമ്മൾ ചിന്തിക്കുന്നുണ്ട് ദൈവം അങ്ങനെയാണ് ആ വ്യക്തിയെ സൃഷ്ടിച്ചതല്ല. ഈ ലോകത്തിൽ കാണുന്ന ഇങ്ങനെയുള്ള പ്രവണതകൾ അത് ഇന്നും പണ്ടുമൊക്കെ ഉണ്ടായിരുന്നു. പാപത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ പല തരത്തിൽ. അപ്പോൾ അത് ഈശോ നമ്മൾക്ക് നമ്മുടെ സകല പാപങ്ങളും എന്നേക്കുമായി ക്ഷമിച്ച് അതിന് പരിഹാരം ചെയ്തു എന്ന് വരികിലും ഈ പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ അതാണ് നമ്മൾ കണ്ടത് നമ്മുടെ എപ്പിസോഡിലെ കോൺക്യുപിസൻസ്, ആസക്തി. ഇതൊക്കെ പലയിടത്തും പല പ്രതികരണങ്ങളും പലതരത്തിലുള്ള ബാഡ് എഫക്ട്സും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇവരെ നമ്മൾ കരുതേണ്ടത്. ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയുടെ ഭാഗമാണ് ഇവരും. പക്ഷേ എങ്കിൽ എന്തൊക്കെയോ കറക്റ്റായിട്ട് പോകേണ്ട ഡിറക്ഷനിൽ നിന്നും അവർ ഡൈവേർട്ടഡായി കാലഘട്ടത്തിൻ്റെയോ മറ്റ് പ്രശ്നങ്ങളുടെയോ ഒക്കെ ഇൻഫ്ലുവൻസിൽ ഡൈവേർട്ടായി ജീവിക്കുന്നു. അവരെ നമ്മൾ കറക്റ്റ് ഡിറക്ഷനിലേക്ക് കൊണ്ടുവരുവാൻ വളരെയധികം നമ്മൾ അവരെ സഹായിക്കണം. ഇതാണ് സഭയുടെ ആധികാരികമായിട്ടുള്ള മനോഭാവം. അതുപോലെ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ ഈശോയുടെ കുരിശിനോടുകൂടി ചേർത്തുകൊണ്ട്, ഇത് വലിയൊരു കുരിശാണ് അവരുടെ ജീവിതത്തിൽ, വലിയൊരു ജീവിതത്തിലെ വലിയൊരു സ്ട്രഗിളാണിത്. അപ്പോൾ ഈശോയുടെ കുരിശിനോടുകൂടി ചേർത്തുകൊണ്ട് കൂദാശയിലും അതുപോലെ തന്നെ സഭയുമായിട്ടുള്ള അടുത്ത ഇടപഴകലും അതുപോലെ കൂദാശകളുടെ കൂടെയുള്ള സ്വീകരണവും ഈശോയുമായിട്ടുള്ള ഒരു അടുത്ത ജീവിതമാണ് സഭ ഇവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വ്യക്തമായി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു വലിയ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രഗിള് അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവരും നമ്മളുടെ സഹോദരങ്ങളാണ്. ദേ നീഡ് ഹെൽപ്പ്. അവർ ഈ തരത്തിലുള്ള ആളുകൾക്ക് ഏതെല്ലാം തരത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കാണുന്നത് വരെ ബൈ ബൈ. Jesus loves. John Paul II's Theology of the Body.